ഗൈസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ദാ കണ്ടല്ലോ, നമ്മള് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ദാ നമ്മള് ആരാണ് ക്രിസ്മസ് അപ്പൂഷൻ എടാ അത് കാണിച്ചു കൊടുക്കറിയ നമ്മുടെ അർജാളിയെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കൊറോണ സമയത്ത് എന്ത് സെലിബ്രേഷൻ അല്ലേ, എന്നാലും സെലിബ്രേഷനിലായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ്. എടാ ഹാപ്പി ക്രിസ്മസ് പറയടാ. ഹാപ്പി ക്രിസ്മസ്. അതേപോലെ ഇന്ന് നമ്മുടെ പുതിയ ചെക്കന്മാരുണ്ട്, നമ്മുടെ ചുറുക്കുള്ള ചെക്കന്മാരാണ്. അത് നമ്മുടെ അരുണ്, അത് നമ്മുടെ പ്രജു. ഹായ് പറയടാ വ്ളോഗിൽ പറയണം. ഇന്ന് നമ്മള് തകർക്കാൻ പോവാ അല്ലേ അളിയ? ഇന്ന് ഫുൾ ഓണാണ് ഗൈസ്. ഇന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമ്മുടെ അപ്പൂപ്പൻ വർഷമൊക്കെ കേട്ടിട്ട് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം. അപ്പൊ ഗൈസ് എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ പോവാം. ഗൈസ് നമ്മള് പോവാൻ പോണത് വിഷ്ണുളിയന്റെ വീട്ടിലാണ്. നമ്മള് വിഷ്ണുളിയെ കുറച്ചായിട്ട് നമ്മളത് പണങ്ങി നടക്കുകയാണ്. ആളെ നമ്മള് വീടായിട്ട് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അളിയന്റെ വീടാണ് ഫസ്റ്റ്. വിഷ്ണുവിനെ മാത്രമല്ല, അന്ന് വിഷ്ണുവിന്റെ ഫുൾ ഫാമിലിക്ക് ഒരു സർപ്രൈസ് ആണ് കൊടുക്കാൻ പോണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ ചെല്ലണ കാര്യം പറഞ്ഞു, പക്ഷെ എന്താ ഒന്നും പറഞ്ഞില്ല. ചുമ്മാ ചെല്ലുന്ന പോലെ ചെല്ലാന്നാണ് അവൻ വിചാരിച്ചത്. ഗൈസ് നമ്മള് വിഷ്ണുളിയന്റെ വീട്ടിലെത്തിയിട്ട് സാധനം നമുക്ക് കൊടുത്തിട്ട് ബാക്കി പരിപാടി വന്നവാ. അളിയെ കൊടുക്കണ കേട്ട് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്താ സർപ്രൈസ് ഫാമിലി എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ വണ്ടി എടുക്കുന്ന തിരക്കിലൊക്കെയാണ് നമ്മള്. അപ്പൊ അനിയനാണ് നാളെ ക്യാമറ നാളെ വന്നു. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു പിടിയിട്ടില്ല ഇടതിലായിട്ട്. വയറൊക്കെ കണ്ടിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ ആറാവാനേക്ക് സാധ്യത. അർജുനളിയനാണോ ഡൗട്ടുള്ളൂ. അർജുനളിയ തന്നെ പൊളി പൊളി പൊളി. കൊറോണയായിട്ട് പേടിയാണ്. ഭയങ്കര ഓണാണല്ലോ. നമ്മുടെ വൈഫാട്ടോ, വൈഫാണ്. അപ്പൊ ഞമ്മള് ഒരേ ഒരു വൈഫാണ് പോലും. ഏത് ചേച്ചിന്റെ കുട്ടി. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. അപ്പൊ ഇനി ന്യൂ ഇയറിന്റെ പോലെ പ്രതീക്ഷിക്കുന്നു ഞാൻ. വലിയ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമ്മള് സർപ്രൈസ് കൊടുക്കാൻ പോണത് നമ്മുടെ പ്ലസ് ടുവില് ഞങ്ങളുടെ ഫിസിക്സ് പഠിപ്പിച്ച ദിവ്യ ടീച്ചർക്കാണ്. അർജുനും ദിവ്യ ടീച്ചറായിട്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞ് പോകുമ്പോ പറഞ്ഞുതരാം. കഴിക്കാം ഇതാണ് ദിവ്യ ടീച്ചർ. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. വയറിനൊക്കെ കുറച്ചും കൂടി ടീച്ചർ നമ്മൾ കണ്ടിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് കാണുകയല്ലേ. ഭയങ്കര സർപ്രൈസ് ആയി. അതെ അതെ സർപ്രൈസ്. എന്റെ മക്കൾ ഇങ്ങനെ ഒരു സമ്മാനം കൊണ്ടുവന്ന് തന്നതിൽ അതിലും വലിയ സന്തോഷം. ആലോചിക്കാൻ വയ്യ. വളരെയധികം സന്തോഷം. ഗൈസ് അപ്പോ നമ്മളിപ്പോ കേറിയ ദിവ്യ ടീച്ചറിന്റെ വീട്ടിലാണ്. ദിവ്യ ടീച്ചർക്കായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു നൊസ്റ്റുണ്ട്, വളരെ വലിയ നൊസ്റ്റുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങള് പ്ലസ് ടുവില് പഠിപ്പിച്ചതാണ്, ഫിസിക്സ് പഠിപ്പിച്ചാണ്. അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇവനെന്തോ കുരുത്തക്കേട് കാണിച്ചായിരുന്നു. അപ്പൊ കുരുത്തക്കേട് കാണിച്ചിട്ട് ടീച്ചർ എന്തോ പറഞ്ഞു. അപ്പൊ ടീച്ചറിന് ഇവനെന്തോ പറഞ്ഞു. എന്താണ് പറഞ്ഞു? എന്തോ ചെറുതായി സൗണ്ട് കൂടി സംസാരിച്ച അതിൽ ടീച്ചർക്ക് ഭയങ്കര വിഷമായിട്ടോ. ടീച്ചർ മക്കളെ പോലെ പെട്ടെന്ന് അങ്ങനെ റിയാക്ഷൻ വന്നപ്പോൾ ചെയ്തല്ല ആ സമയത്തല്ലേ. പക്ഷെ അതിനുശേഷം ടീച്ചറോട് കണ്ട് സോറിയൊക്കെ പറഞ്ഞല്ലേ. ഭയങ്കര വിഷമായി ആ ഒരു ഇൻസിഡന്റിന് ശേഷം. അത് ഭയങ്കര വിഷമായിരുന്നു. എന്തായാലും ആ ടീച്ചർക്ക് നമ്മളിപ്പോ ഹാപ്പി ആക്കിയില്ല. ഭയങ്കര സർപ്രൈസും കൊടുത്തു. ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ അയ്യോ ഭയങ്കര ഫീലായി പോയി അല്ലേ. എന്തായാലും ഹാപ്പി ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും സർപ്രൈസും ആവുന്നുണ്ട്. അപ്പൊ എല്ലാവരും അടുത്ത വീട്ടിലേക്ക് പോകാല്ലേ. അടുത്ത വീട്ടിലേക്ക് ഇത് സംഭവം ഈ പ്ലാന് അളിയൻ അറിയായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അളിയൻ അറിയില്ല. അളിയൻ പെട്ടെന്ന് വന്നപ്പോ ആകെ സർപ്രൈസ് ആയിട്ടുണ്ട്. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് വന്നാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കൊടുക്കണം.
എല്ലാവർക്കും ഒരു ഐസ് കൊടുക്കും. ഇവർക്ക് കൊറോണ സർപ്രൈസ് ആയോ ചെറുതായിട്ട്? എല്ലാവർക്കും സർപ്രൈസ് ആയോ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ശരി ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ നമ്മള് +2 മേറ്റ്സ് ആണ്, നമ്മളെല്ലാരും കോമൺ ഫ്രണ്ട്സ് ആണ്. പിന്നെ നമ്മള് കുറെ പേരെ തെരഞ്ഞു നോക്കിയപ്പോ എല്ലാരും ഇല്ല, നമുക്ക് എല്ലാവരെയും പോയി കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ വേറൊരു ഇവളും ബാംഗ്ലൂരാണ്, അപ്പൊ അവളിപ്പോ നാട്ടിലുണ്ട്. വാട്സാപ്പിൽ അവൾക്ക് മെസ്സേജ് അയച്ചപ്പോ അവള് വർക്ക് അറ്റ് ഹോം ആണെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലുണ്ടല്ലോ, അപ്പൊ നമ്മള് വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആളകത്തുണ്ട്, നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അറിയാന്നറ വരിക. വളരെയധികം സർപ്രൈസ് ആണ്. ആരില്ലേ? ഇവിടെ ആരില്ലേ? അപ്പൊ വരുമ്പോ ഓടാ. വിചാരിച്ചില്ലേ സർപ്രൈസ് ആണ്, ഭയങ്കര സർപ്രൈസ് ആയ പോലെ അല്ലേ? ഇവനെ മനസ്സിലായോ എന്ന്? വളരെയധികം സർപ്രൈസ് ആയി പോയില്ലേ ചെറുതായിട്ട്? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? അതെ ഗൈസ്, ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നോക്കിയപ്പോ ആള് വർക്ക് അറ്റ് ഹോം എന്നുള്ളത് കാരണം ഹോമിലുണ്ടല്ലോ, അങ്ങനെ വന്നിട്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാണ്. വളരെ ചെറുതായിട്ട് സർപ്രൈസ് ആയി എന്ന് തോന്നുന്നു കുട്ടി, ചെറുതായിട്ട് സർപ്രൈസ് ആയി. അപ്പോൾ മെറി ക്രിസ്മസ്. കൊറോണ ഹൈപ്പ് സൂപ്പർ. നീ ഒറ്റയ്ക്കുള്ള വീട്ടില്? അമ്മ തിരക്കാണ്, ഞങ്ങൾ ഫുൾ ഫാമിലി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചിയൊക്കെ ഉണ്ട്, ഹോം ഓഫീസിലാണ്. അപ്പൊ തിരക്കുള്ള ദിവസം വന്ന കാരണം ഭയങ്കര ഇതായിപ്പോയി. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കുക എന്നാണ്. നീ എന്താ നീ കയറി നിൽക്കുന്നത്? ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ക്രിസ്മസ് പാപ്പാന്റെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അമ്മ വന്നിട്ടുണ്ട്, അമ്മ അതാ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CMS കല്ലടിക്കോടിലെ CMS മൊബൈൽ ഷോപ്പിലെ ഷാഫിക്കാണ്. മൂപ്പനെ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. മൂപ്പന്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് വിളിച്ച് അറിയിച്ചിട്ടുണ്ടാന്ന് വരുന്നത്. അപ്പൊ മൂപ്പർക്ക് സർപ്രൈസ് ഒന്നും ആവില്ല, എന്നാലും നമ്മൾ ഇഷ്ടം കൊടുക്കണ്ട. അറിയാം മനസ്സിലായില്ല? മനസ്സിലായില്ല. Merry Christmas. Merry Christmas. ഒറ്റയ്ക്കുള്ളൂ? നമ്മൾ പയ്യന്മാരൊക്കെ ലീവാണ്. അതെ, ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? തിരക്കാണല്ലോ. തിരക്കായിട്ടില്ല. സ്വന്തം സംഘബ്രോ ആണ് എല്ലാവരും. എന്തായാലും ചാനലൊക്കെ ഉഷാറായി പോകുന്നുണ്ട്. ഉഷാറാവട്ടെ. താങ്ക് യു, വല്ലാത്ത സപ്പോർട്ടായി പോയി. മെറി ക്രിസ്മസ്. അപ്പൊ നമ്മുടെ അടുത്തത് അരുൺ ഡോക്ടറിന്റെ അടുത്തേക്കാണ്. അരുൺ ഡോക്ടർ നമ്മുടെ അർജുന്റെ ഭയങ്കര വലിയ ചങ്കാണ്. മൂപ്പര് ഇല്ലേ സർപ്രൈസ് ആവോ ഇല്ലേ നോക്കട്ടെ. മൂപ്പര് ക്ലിനിക്കിലാണ്. പോവാം. Guys, Merry Christmas! Nico. Merry Christmas! Merry Christmas! അപ്പൊ ഡോക്ടർ ക്രിസ്മസ് ആയിട്ട് ചെറുതായിട്ട് സർപ്രൈസ് ആയി? ഇല്ല, തീരെ സർപ്രൈസ് ആയില്ല. വെറും ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? ക്രിസ്മസ് ആയിട്ട്
ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഉള്ള വയറ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ക്രിസ്മസ്. അതാണ് ഞാൻ ക്രിസ്മസ്. പിന്നെ നമ്മുടെ ചങ്കിനെ ക്രിസ്മസ് വേഷത്തിൽ പ്രതീക്ഷിച്ചിട്ട് ഓ ഗായ്സ്, നമ്മൾ ആദ്യം വിഷ്ണുവാളിന്റെ വീട്ടിൽ പോയി. വിഷ്ണുവാളിന്റെ അമ്മയാണ് ഇത്. അപ്പൊ വിഷ്ണുവാളിയെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഞാൻ സർപ്രൈസ് ആയില്ല. അത് അവരെങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മുടെ അരുൺ ഡോക്ടറാണ്. നമ്മുടെ അർജുന്റെ കട്ട ചങ്ക് ബ്രോ ആണ് അല്ലേ? അപ്പൊ ബ്ലോഗിനോട് ഒരു ഹായ് പറ. അപ്പൊ മെരി ക്രിസ്മസ്. സന്തോഷായില്ലേ? ആരും പഠിക്കണ്ട, എനക്ക് കൊടുത്തോളൂ. കൊടുക്കടാ. മെരി ക്രിസ്മസ്. ഒരു പേടിക്കല്ലേ ഹാപ്പി ക്രിസ്മസ്. ഫുൾ ഇന്ന് കലയെടുക്കോട്ടുകാർ മുട്ടായി തന്നിട്ട് മരിക്കുന്നു. മരിക്കണല്ലോ. ആളില്ലാത്ത കടയിലാ വന്നിരിക്കുന്നത്. മുട്ടായി എല്ലാവർക്കും വന്ന് മുട്ടായി മേടിച്ചോളൂ. അപ്പൊ ഗൈസ്, ഇതാ നമ്മളിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കാണ്. നമ്മളതാ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ആകെപ്പാടെ തളർന്ന് ക്ഷീണിച്ച് അവശനായി നിൽക്കുന്നുണ്ട്. ആക്ടിങ് ചെയ്യണ്ട ഗൈസ്. എന്തായാലും മാക്സിമം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാന്നായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ, നമ്മുടെ പ്ലസ് ടു, നീ എന്താ ഇതിന്റെ ഇടയിൽ കൂടെ കാട്ടുന്നത്? നമ്മുടെ ഫ്രണ്ട്സ് പ്ലസ് ടു ടീമിന് അങ്ങനെ എല്ലാവരുടെയും നമുക്ക് കിട്ടിയില്ല. നമുക്ക് കുറച്ച് പേരിനെയൊക്കെ കോണ്ടാക്റ്റിൽ കിട്ടിയുള്ളൂ. അപ്പൊ അവർക്ക് സർപ്രൈസ് കൊടുക്കാന്നുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ. അത് നമ്മുടെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു അല്ലേ? പിന്നെ അളിയം ദാ ക്ഷീണിച്ച് അവശരായി നിൽക്കുന്നുണ്ട്. കണ്ടാ തോന്നില്ല എന്നുള്ളൂ. ഇതൊക്കെ വേർത്ത് ആകെ പ്രശ്നമായി. കുമ്പ കണ്ടോ? അളിയനെ ആയത് തന്നെ നമുക്ക് എക്സ്ട്രാ കുമ്പേന്ന് ഫിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇത് എക്സ്ട്രാ ഒന്നും അല്ല, അളിയന്റെ കുമ്പ എക്സ്ട്രാ അല്ല. ഇതിനു വേണ്ടി അളിയൻ വർക്ക്ഔട്ട് ചെയ്താണ്, പണിപ്പെട്ടുണ്ടാക്കിയാണ്. അപ്പൊ എന്തായാലും ഒരുവിധം എല്ലാവരും നമ്മൾ സർപ്രൈസ് ചെയ്തൂലേ? നമുക്ക് എല്ലാവരും നല്ല രീതി. എവിടെ പോയപ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു സർപ്രൈസ് ആയി നമ്മള് ഹാപ്പി ആയത്? നമ്മൾക്ക് അവിടെ പോയപ്പോഴാണ്. നിനക്ക് അവിടെ പോയപ്പോഴാണ്? എനിക്ക് ശ്രീജു ചേച്ചിന്റെ അവിടെ പോയപ്പോ. നിനക്ക് കളി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അനുഭവം വെച്ചുള്ള കാഴ്ചപ്പാട്. അതെ, ഞമ്മള് ഒരുവിധം എല്ലായിടത്തും പോയപ്പോ നമുക്ക് ദിവ്യ ടീച്ചറിന്റെ അടുത്ത് പോയപ്പോ ദിവ്യ ടീച്ചർ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞപ്പോ അയ്യോ ഭയങ്കര നൊസ്റ്റ് അടിച്ച് തലകീഴായി പോയി. അയ്യോ പറയാൻ മതി. പിന്നെ അതേപോലെ ശ്രീജിതന്റെ അവിടെ ഭയങ്കര എല്ലായിടത്തും പോയപ്പോ ഞമ്മക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവരും സർപ്രൈസ് ആയി. പിന്നെ ഞമ്മക്ക് അവര് പറയുന്നതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മളും ഒരു ഭയങ്കര സന്തോഷമായി അല്ലേ? അപ്പൊ എന്തായാലും അളിയൻ തളർന്ന് ക്ഷീണിച്ച് അവശനായിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല രീതിക്ക് ആയിട്ടുണ്ട്. അളിയൻ വേർത്ത് കുളിക്കായിരുന്നു ഇത്ര നേരം ഗായ്സ്. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേര് അധികം വീഡിയോ പോയിട്ടില്ല. കാരണം അവര് വീഡിയോന്റെ പുറകിലായിരുന്നു, ക്യാമറ പിടിക്കലും. നമ്മൾ തിരക്കായപ്പോ ക്യാമറ പിടിക്കലും അതിന്റെ തിരക്കൊക്കെ ആയിട്ട് ആളെ പുറകിലായിരുന്നു. അതിന് വിഷമമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ ചെക്കന്മാരെ അടുത്തടുത്തുള്ള വീഡിയോയിൽ നമ്മൾ എന്തായാലും അവരെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് തന്നെയാണ് അല്ലേ? അപ്പൊ ഗൈസ്, എന്തായാലും എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഇടയ്ക്കായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ് അറിയടാ, മെരി ക്രിസ്മസ്. അപ്പൊ എന്തായാലും വീഡിയോ വേണ്ടി പോയാലേ. അപ്പൊ ഗൈസ്, എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയം വൈകി.
ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവ